ഉത്തർപ്രദേശിലെ സംബാലിൽ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരിക്കുന്നു. വെടിവെപ്പ്, 2-3 ആളുകൾ മരിച്ചു, കുറേ പേർക്ക് പരിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാജ്യത്തൊരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം വീണ്ടും നടക്കുകയാണ്. അവിടെ ഒരു പള്ളി, വിഷ്ണു ക്ഷേത്രമായിരുന്ന ഒരു പള്ളി, ആ പള്ളി എന്ന് പറയുന്നു, വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്ന പരാതിയിൽ കോടതിയിൽ ഒരു കേസുണ്ടാവുന്നു. കോടതി അതിൻ്റെ സർവേ നടത്താൻ പറയുന്നു. കോടതി ഉത്തരവാണ്. സർവേ നടത്തിയാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് പള്ളിയാണോ, അവിടെ അമ്പലത്തിൻ്റെ അവശിഷ്ടമുണ്ടോ എന്നുള്ള തർക്കത്തിന് അന്തിമമായി തീരുമാനമാകും. അപ്പോൾ സമാധാനകാംക്ഷികളായ ആളുകളാണെങ്കിൽ പരിശോധിച്ചിട്ട് തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. പരിശോധിക്കുന്നത് കോടതി ഉത്തരവനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തുന്നു. അതിനെ ചെറുക്കാൻ വേണ്ടി ഒരു വലിയ ആൾക്കൂട്ടം വരുന്നു, 10,000-ഓളം ആളുകൾ കൂടുന്നു. സർവേ നടത്താൻ സമ്മതിക്കത്തില്ല. അപ്പോൾ സർവേ നടത്തിയാൽ എന്താണ് കുഴപ്പം? സർവേ നടത്തിയാൽ സത്യം പുറത്തു വരുമോ? സത്യം പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരാണോ സർവേ തടയുന്നവർ? അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. അതായത് ഈ ഷാഹി ജുമാ മസ്ജിദിനെ ചൊല്ലിയാണ് ഈ തർക്കം വന്നിരിക്കുന്നത്. ഷാഹി ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മസ്ജിദാണ്. ബാബറിൻ്റെ കാലത്ത് ബാബറിൻ്റെ കാലത്ത്. അപ്പോൾ അതിനെ ചൊല്ലി ഇപ്പോൾ ഒരു തർക്കം വന്നിരിക്കുന്നത്, അത് കൊണ്ടുവന്നിരിക്കുന്നത് വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറയുന്ന സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്. അദ്ദേഹം നമുക്ക് അറിയാമല്ലോ, ഗ്യാൻവാപ്പിയുടെയും കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ കേസിൽ അദ്ദേഹം ഇതേപോലെ ഹർജി കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന വിഷ്ണു ശങ്കർ ജെയിൻ, അദ്ദേഹത്തിൻ്റെ ഫാദർ ഹരിശങ്കർ ജെയിൻ, രണ്ടുപേരും കൂടിയാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതി അത് ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതിനെ പറ്റിയുള്ള അന്വേഷണം നടത്തട്ടെ എന്നുള്ള രീതിയിൽ അവർ തന്നെ അതിൻ്റെ നീക്കങ്ങൾ നടത്തി. ഇദ്ദേഹം ഈ വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നത് 1529 ബാബർ വന്നപ്പോഴാണ് ഇത് ക്ഷേത്രം തകർത്തിട്ടാണ് ഇത് ഈ ഹരിഹര ക്ഷേത്രം അല്ലേ? ശ്രീഹരിഹർ ക്ഷേത്രം. അപ്പോൾ ഈ ശ്രീഹരിഹർ ക്ഷേത്രം നശിപ്പിച്ചിട്ടാണ് ഇവിടെ പള്ളി പണിതിരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷണം നടത്താനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ കോടതി അപ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ നടത്താനായിട്ടൊരു സംഘത്തെ അങ്ങോട്ട് അയച്ചിരുന്നു. അവരവിടെ ചെന്നു, കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം സർവേ ഒക്കെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ശനിയാഴ്ച രാവിലെ 7 മണിക്ക് അവർ വന്നു. ആ സമയത്ത് അവർ 2ാം ഘട്ട അന്വേഷണങ്ങൾ നടത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അവിടെ തിങ്ങി നിറഞ്ഞ് ഭയങ്കരമായ ഒരു ക്രൗഡ് വന്നു കൂടി. ആ ക്രൗഡിൻ്റെ നേച്ചർ പെട്ടെന്ന് മാറിക്കൊണ്ടിരുന്നു. ആദ്യം മുദ്രാവാക്യം വിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുദ്രാവാക്യം പതുക്കെ കല്ലേറിലേക്ക് മാറി, കല്ലേറ് മാറി വാഹനം കത്തിക്കലിലേക്ക് കിടന്നു. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലർ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അതെ, 2 സ്ഥലത്ത് പോലീസ് നേരെ വെടിവെപ്പുണ്ടായി. അപ്പോൾ മൊറാദാബാദ് കമ്മീഷണർ ആഞ്ജനേയ കുമാർ സിംഗ് പറയുന്നത് ഇങ്ങനെയാണ്, ജനക്കൂട്ടത്തിൻ്റെ അടുത്തുനിന്നാണ്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ അവിടുത്തെ പ്രതിപക്ഷം പറയുന്നതൊന്നും ശരിയല്ല, ഞങ്ങൾ മൊത്തം വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വളരെ പ്രകടമാണ്, വ്യക്തമാണ്. പിന്നെ കാര്യങ്ങൾ അങ്ങനെ മോശമായി വഷളായി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് തിരിച്ച് വെടിവെച്ച് കഴിഞ്ഞപ്പോൾ 3 പേര് ഓൾറെഡി കൊല്ലപ്പെട്ടിട്ടുണ്ട്. നയീം, ബിലാൽ, നൗമാൻ, ഇങ്ങനെ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഈ 3 പേര് മരിച്ചു. വേറെ ചിലർക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. സ്കൂളിന് അവധി. പിന്നെ അതുകൂടാതെ അതിനെപ്പറ്റി അഖിലേഷ് കുമാർ യാദവ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ അവിടെ കുറേ കൃത്രിമങ്ങളൊക്കെ കാണിച്ചു, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം കുത്തിപ്പൊക്കിയിരിക്കുന്നതെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ അവിടെ ഇനി ഫർദർ സർവേ നടത്താനായിട്ട് കഴിയില്ല, കോടതിയുടെ വിധി അംഗീകരിക്കില്ല, ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ പാലിക്കില്ല എന്നുള്ളൊരു സമീപനമാണ് അവിടെ കുറേ ജനം സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ എത്തിയത്. അല്ല, അത് തന്നെയാണ് അതിനകത്ത് പ്രധാന പ്രശ്നവും. കോടതി ഒരു തർക്കം വരുന്നു, തർക്കം പരിശോധിക്കാൻ കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറയുന്നു. കോടതി ഉത്തരവ് അംഗീകരിക്കത്തില്ല. അത് അമ്പലമാണോ അതോ പള്ളിയാണോ എന്ന് സംബന്ധിച്ച് പരിശോധിച്ചിട്ടൊരു തീർപ്പ് കൽപ്പിക്കാം. അപ്പോൾ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി എതിർഭാഗത്തിൻ്റെ വാദത്തിന് ന്യായമുണ്ടെന്നല്ലേ? അതെ, അത് ആ രീതിയിൽ വേണം. ഇത്ര പ്രകോപിതരാകേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇത് ഓക്കെ, ഗവൺമെന്റ് മിഷനറി അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ചെയ്തോട്ടെ എന്ന് വേണമെങ്കിൽ അത് കോടതി ഉത്തരവായിട്ട് വരുന്നത്. കോടതിയുടെ നോക്കിയിട്ട് പോട്ടെ, ഞങ്ങൾക്കൊന്നും വിളിക്കാനില്ല. ഇപ്പം നമ്മൾ ഒരാൾ വന്നിട്ട് അറിയണം നിങ്ങളുടെ വീടൊന്ന് പരിശോധിക്കണം എന്ന് അധികൃതർ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എന്തോ വിളിക്കാനുണ്ട്. അതും നിയമാനുസൃതമായി കോടതി ഉത്തരവ്. ഇപ്പോൾ വാറണ്ടുമായി വരുന്ന പോലീസ് സംഘത്തിനെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പരിശോധിക്കട്ടെ, നമുക്ക് ഒന്നും വിളിക്കാനില്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോവട്ടെ എന്ന് പറയുക. അപ്പോൾ ഈ പള്ളിയെ സംബന്ധിച്ച് ഈ പ്രക്ഷോഭകാരികളായ ആളുകൾക്ക് അവിടെ കൂടിയിരിക്കുന്നവർക്ക് എന്തോ വിളിക്കാനുണ്ട്. പള്ളിക്കകത്ത് കയറി ഒരു ആർക്കിയോളജിക്കൽ സർവേ നടത്തിയാൽ കാര്യങ്ങൾ തങ്ങൾക്കെതിരാകും. അതുകൊണ്ട് അത് സമ്മതിക്കാൻ പാടില്ല. അതുതന്നെയല്ലേ അടിസ്ഥാന പ്രശ്നം.
അതെ, അത് വാസ്തവത്തിൽ നിയമ നടപടികൾക്ക് വിധേയരാകുന്നതാണ് നല്ലത്. അവർ ഇങ്ങനെ കോടതി നല്ലതെന്നല്ല, വിധേയരായ പറ്റുള്ളൂ. റൂൾ ഓഫ് ലോ ഉള്ള രാജ്യം. അതെ. അപ്പോൾ അത് നിയമത്തിൻ്റെ മാർഗത്തിൽ തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്താണെന്ന അനുഭവങ്ങളിൽ നിന്നും പഠിക്കേണ്ടതായിരുന്നു. മാത്രമല്ല, കോടതി ഏതെങ്കിലും പക്ഷത്തിന് അനുകൂലമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ട് കൂട്ടർ തമ്മിൽ തർക്കമുണ്ട്, അതുകൊണ്ട് പരിശോധിക്കട്ടെ, പരിശോധിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ പരിശോധിക്കാൻ പാടില്ല, പരിശോധിക്കണമെന്ന് ഒരു കൂട്ടർ പറയുന്നു. പരിശോധിച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന ജെയിൻ, അഡ്വക്കേറ്റ് ജെയിൻ്റെ ഭാഗം, ജെയിനാണല്ലോ ആവശ്യപ്പെടുന്നത്, ജെയിൻ്റെ ആവശ്യപ്രകാരം കമ്മീഷൻ വന്ന് പരിശോധിച്ചിട്ട് അത് ക്ഷേത്രമല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ തീരും. അപ്പോൾ ജെയിൻ ഓക്കെയാണ്, നിങ്ങൾ പരിശോധിക്കൂ, എന്നിട്ട് പരിശോധിച്ചിട്ട് തീരുമാനം പറയൂ എന്ന് പറയുന്ന ജെയിനും, പരിശോധിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന മുസ്ലിം പക്ഷവും. ഇതിൽ ശരിയുടെ വെയിറ്റേജ് എപ്പോഴും സ്വാഭാവികമായും നമ്മൾ ആലോചിക്കുമ്പോൾ ജെയിൻ പക്ഷത്തിലാണ്. പിന്നെ മാത്രമല്ല സാർ, പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്രിസ്ത്യൻ ദേവാലയവും മസ്ജിദുകളും ഹിന്ദു ക്ഷേത്രങ്ങളും ഒരുപോലെയല്ല. ഹിന്ദു ക്ഷേത്രത്തിൽ ഒരു മൂർത്തി അവിടെയുണ്ട്, ഒരു വിഗ്രഹമുണ്ട്. ക്രിസ്ത്യൻ ദേവാലയത്തിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. മസ്ജിദിൽ അത്രയും പോലുമില്ല. അവിടെ ഒരു പ്രയർ ഹാളിൻ്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ. അവിടെ ഇല്ലെങ്കിൽ പൊതുസ്ഥലത്ത്, നമ്മൾ ഈദ്ഗാഹ് കാണാറുണ്ട്, പൊതുസ്ഥലത്ത് അവർ പ്രാർത്ഥിക്കുന്ന ഇടം ഏതുമാകാം, പള്ളി തന്നെ വേണമെന്നില്ല. അപ്പോൾ വാശി പിടിച്ചിട്ട് ഇത് ക്ഷേത്രമാണെങ്കിലും, പണ്ട് ക്ഷേത്രമാണെങ്കിലും അവിടെ തന്നെ ഞങ്ങളുടെ പള്ളി വെച്ചിരിക്കും എന്ന് പറയുന്നൊരു ധാർഷ്ട്യമാണ്. അത് കോടതി അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അത് നടന്നോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടി നല്ലതല്ലെങ്കിൽ പിന്നെ പ്രശ്നം അല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഒരു നോക്കുമ്പോൾ ഈ സർവേ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എതിരായിട്ടാണ്. സർവേ ഫലങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇതുവരെ ഓൾറെഡി മധുരയാവട്ടെ, കാശി ആവട്ടെ, സർവേയിൽ നിന്ന് വന്നിരിക്കുന്നതൊക്കെ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറിന് മുകളിലാണ് പള്ളി വന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഗ്യാൻവാപ്പി അത് തന്നെ, അവിടെയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്റ്റേക്ക് പോവാണ്. അതുകൊണ്ട് സത്യം പുറത്തു വരരുത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഒരു കലാപം ഉണ്ടാക്കി കുറച്ചാളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ഇനി ഒരു ഫർദർ നടപടികളിലേക്ക് പോകാൻ സർക്കാരും കോടതിയൊക്കെ ഒന്ന് വിസമ്മതിച്ചാലോ, അതുകൊണ്ട് ബലം പ്രയോഗിച്ച് മസിൽ പവർ കാട്ടി സത്യത്തെ ഖനനം ചെയ്തെടുക്കുന്നില്ല ആണല്ലോ, കുഴിച്ചെടുക്കുകയാണ്. ഖനനം ചെയ്യുന്നതിന് തടയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കം ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകൾ തുടങ്ങുകയാണെന്ന് കരുതേണ്ടി വരും, അല്ലേ? അതെ. എന്തായാലും നിയമ നടപടിയെ ഭയപ്പെടുന്ന പോലെയാണ് ഇപ്പോൾ പെരുമാറ്റം. നിയമത്തിൽ അന്വേഷണം നടത്തി സത്യം പുറത്തു വരരുത്. അത്രയും പ്രൊവോക്ഡ് ആകേണ്ട ആവശ്യമില്ലായിരുന്നു. ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഓൾറെഡി ജുമാ മസ്ജിദ് അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ കയ്യിലല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലുള്ള പള്ളിയാണ്. അവിടെ ആരാധിക്കാൻ സൗകര്യം കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അതായത് പള്ളി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അങ്ങനെയുള്ള ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ക്ഷേത്രമാണ്, ഏറ്റവും പൗരാണികമായ ക്ഷേത്രമാണ്. അത് ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ടെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ക്ഷേത്രമാണ്. അത്രയും പൗരാണികമായ ക്ഷേത്രമായതുകൊണ്ട് അതുപോലെ സംരക്ഷിക്കുന്ന ഒരു പള്ളിയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം കൂടിയാണ്. അവിടെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ അധികാരം അതീവ ദുർബലമാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ബാബറി മസ്ജിദ് ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഇനി എവിടെ വന്നാലും നമ്മൾ ഒത്തുചേരുക, ആക്രമണം നടത്തുക എന്നുള്ള ലൈനിലേക്ക് മാറിയിരിക്കുന്നു. നാളെ ഇപ്പോൾ സോമനാഥത്തിലും ജ്ഞാൻവാവിയിലും മധുരയിലുമൊക്കെ ഇത് തന്നെ സംഭവിക്കാം. അപ്പോൾ ഇതിനെ ചെറുക്കാൻ ഇപ്പുറത്തൊരു കൂട്ടം കൂടെ വന്നാലോ, അതും സംഭവിക്കാം. അപ്പോൾ ഏതായാലും ആസൂത്രിതമായി നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് രാജ്യത്ത് ഒരു മതകലാപം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു സംഭാലിൽ എന്ന് കരുതിയാൽ തെറ്റുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണ്. പക്ഷെ അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം നിയമ നടപടികൾക്ക് വിധേയമാകുക. കോടതി തീരുമാനമെടുത്തു, കോടതി ആൾക്കാരെ വിട്ടു, അവർ പരിശോധിക്കട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് വേ ഔട്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 1947 ഓഗസ്റ്റ് 15 നാട്ടിലെ ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് എന്താണോ അത് നിലനിർത്തുക എന്നൊരു നിയമം നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. എക്സെപ്റ്റ് ബാബറി മസ്ജിദ് അല്ലെങ്കിൽ രാമജന്മഭൂമി തർക്കം ഒഴികെ ബാക്കിയുള്ളത് ഇപ്പോൾ അമ്പലമാണ് അമ്പലം, പള്ളിയാണ് പള്ളി, അത് നിൽക്കട്ടെ എന്ന് കോൺഗ്രസ് ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ മധുര ഉൾപ്പെടെയുള്ള സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ ഹിന്ദുക്കൾ, കാശി ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ ഹിന്ദുക്കൾ വളരെ ലൈവായിട്ട് തീർന്നു. അയോധ്യ, കാശി, മധുര, ഇതാണ് ഹിന്ദുക്കളുടെ ഏറ്റവും സേക്രഡ് ആയിട്ടുള്ള 3 കേന്ദ്രങ്ങൾ. ഈ 3ഇടത്തും ഇരിക്കുന്ന പള്ളിയാണ്. അത് ഒരെണ്ണം മാത്രമാണ് തിരിച്ചു പിടിച്ചുള്ളൂ. അവർ പറയുന്ന യോഗിയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 3 എണ്ണം ഞങ്ങൾക്ക് തരൂ, ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോളൂ. ഞങ്ങളുടെ കാശിയും
മധുരയും അയോധ്യയും മാത്രം മതി ഞങ്ങൾക്ക്, ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ പിടിച്ചെടുത്ത് തകർത്ത് ഉണ്ടാക്കിയ മസ്ജിദുകൾ നിങ്ങൾ വെച്ചോളൂ എന്നുള്ളൊരു അപ്പീല് പണ്ട് 5 ഗ്രാമങ്ങൾ പോയിട്ട് 5 വീടെങ്കിലും തന്നുകൂടെ എന്ന് പാണ്ഡവർ ചോദിച്ചതുപോലെ യോഗി ചോദിച്ചതാണ്. കേട്ട ഭാവം ധരിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരം ക്ഷേത്രങ്ങൾ ഈ ഇതൊക്കെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും അല്ല, നമ്മൾ പറഞ്ഞു വന്നതല്ല, നിയമത്തെക്കുറിച്ചാണ്. ആ നിയമം വന്നപ്പോൾ തന്നെ അതിനുശേഷം ഈ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴും അതിനകത്ത് നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോളുണ്ട്. നിയമത്തെ സമർത്ഥമായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ക്യാരക്ടർ നിലനിർത്തണമെന്നാണ് പറയുന്നത്. ക്യാരക്ടർ എന്താണെന്ന് പക്ഷേ പരിശോധിക്കണ്ടേ? ക്യാരക്ടർ എന്താണെന്ന് പരിശോധിക്കണം. അപ്പം ഞാൻ ഒരു താടിയും മുടിയൊക്കെ വളർത്തി ഇസ്ലാം മത വിശ്വാസികൾ വെക്കുന്ന പോലെ ഒരു തൊപ്പി വെച്ചു എന്നതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? അത് പരിശോധിക്കണം. ഞാൻ വേഷഭൂഷാദികൾ കൊണ്ട് ഞാൻ പ്രച്ഛന്ന വേഷം കെട്ടി ഒരു ഇസ്ലാമിക മതവിശ്വാസിയാണെന്നും ഭാവിച്ചതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ മാറുന്നില്ല. അത് എന്നെ പരിശോധിച്ച് എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ രീതികളൊക്കെ പരിശോധിച്ചിട്ടാണ് എൻ്റെ ക്യാരക്ടർ വിലയിരുത്തുന്നത്. അതുപോലെയാണ് ഈ പല ആരാധനാലയങ്ങളുടെ പ്രശ്നം. കാണുമ്പോൾ ഡോമുകൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, അറബി ലിഖിതങ്ങളുണ്ടാവാം, അതുകൊണ്ട് അത് പള്ളിയാവണമെന്നുണ്ടോ? എവിടെയെങ്കിലും ഗ്യാൻവാപ്പി ക്ഷേത്രത്തിന്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ ഹിന്ദു മോഡലിലാണെന്ന് തോന്നുന്നു. അല്ല, അടിയിലുള്ളത് മാത്രമല്ല, പുറമേ അതിന്റെ വിസിബിളാണ്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത് ഔറംഗസേബിന്റെ കാലത്ത് അദ്ദേഹം തീരുമാനിച്ചു, ഈ അടിയിലുള്ള അല്ലെങ്കിൽ കുറേ ഭാഗം ഇങ്ങനെ ഹിന്ദു മോഡലിൽ തന്നെ ഇരുന്നോട്ടെ, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കട്ടെ എന്ന് പ്രതീകമായിട്ട്. നിന്റെ ക്ഷേത്രം കാണുമ്പോൾ ഒക്കെ ഹിന്ദുക്കളുടെ മനസ്സിലൊരു മുറിവുണ്ടാകും. നിന്റെ അമ്പലം തകർത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കി, ഈ മസ്ജിദ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അത് തകർത്തിട്ട് അതിൻ്റെ ശേഷിപ്പുകൾ ബാക്കി നിർത്തിയിട്ട് വിഗ്രഹങ്ങൾ തല്ലി ഉടച്ചിട്ട് എന്തായതെന്നറിയോ? ഔറംഗസീബിൻ്റെയും ബാബറിൻ്റെയും കാലത്ത് അത് ചവിട്ടുപടികളിൽ വെച്ചു. നിന്റെ ദൈവത്തിൻ്റെ മുഖത്ത് നെഞ്ചിൽ ചവിട്ടിയാണ് ഞങ്ങളകത്ത് കയറുന്നത് കാണിക്കാൻ. അതൊക്കെ വലിയൊരു എക്കാലത്തേക്കുമുള്ള ഒരു കുത്തലായിരുന്നു. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിനും ഒരു ആയുധം കിട്ടുകയാണ്. ഇനിയിപ്പം മതം ഉപയോഗിച്ച് വർഗീയ കലാപങ്ങളുടെ ഇന്ത്യയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണോ എന്ന് കണ്ടറിയണം. വലിയ ആപൽ സൂചനയാണ് സംബാലിൽ നിന്ന് കേട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.